ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു തീയലാണ്, ഉള്ളിത്തീയൽ. അതിന് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പോളം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഒരു 10-30 ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ 3 സാമ്പാർ പച്ചമുളക്. അത് സാധാ പച്ചമുളകായിരുന്നാലും മതി. ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഈ പച്ചമുളക് എടുത്ത് അതും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചതിന് ശേഷം ഈ ഉള്ളി നന്നായി വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വലിയ കപ്പിന് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും 2 വെളുത്തുള്ളി അല്ലിയും ചേർക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ചുമക്കെ വറുത്തെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നല്ല മൂക്ക വറുത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്ക് നമുക്കതിൽ മസാലകൾ ചേർക്കാം. അതിനായിട്ട് ഒരുപാട് മസാലയൊന്നും ഞാനിവിടെ ചേർക്കുന്നില്ല. അല്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടി, ഇത്രയും മതി. ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ മസാല ഇട്ടാൽ മതി. മുളക് അല്ലെങ്കിൽ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അതിനുശേഷം ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സിയിൽ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നല്ല മഷിയായിട്ട് അരച്ചെടുക്കാം. വറുത്ത തേങ്ങാക്കൂട്ട് നല്ലതായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയിലേക്ക് നല്ല ഉള്ളി നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിരുന്ന് അത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ആ പുളിയും കൂടെ നമുക്ക് ഇതിനകത്ത് പിഴിഞ്ഞൊഴിച്ച് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കാം. ഉള്ളി നന്നായി വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് അരച്ച മസാലയും കൂടെ ചേർത്ത് നന്നായി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായി തിള വന്ന് കുറുകി വരുമ്പോഴേക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റാണ്. ഒരു കറി തന്നെ മതി, നമുക്ക് ഒരുപാട് കറിയൊന്നും വേണ്ട. തീയലെന്ന് പറയുന്നത് ഒരു കറി മതി. നമ്മളത് വറുത്തൊക്കെ അരച്ചുണ്ടാക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. വീണ്ടും നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം. ബായ്.